സഹോദരങ്ങളെ, ഇന്നലെ ഞാനിങ്ങനെ യാത്ര ചെയ്തപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു ചിന്തയാണ് കർത്തൃപ്രാർത്ഥന. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പ്രാർത്ഥനയാണ് അല്ലേ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന മനോഹരമായ ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ഒത്തിരിയുണ്ട്. ഞാനിതിലേക്ക് ഒന്നും പോകുന്നില്ല. ആദ്യത്തെ ആ ഒരു ലൈനിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. നിനക്കങ്ങനെ ചെല്ലാൻ പറ്റുന്നുണ്ടോ? നമ്മളെല്ലാവരും അത് ചെല്ലുന്നതാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. 2 പേരേ ഉള്ളൂ അതിൽ. ഒന്ന് സ്വർഗത്തിലുള്ള പിതാവും 2 ഭൂമിയിലുള്ള മനുഷ്യരും. ഭൂമിയിലുള്ള മനുഷ്യര് സ്വർഗസ്ഥനായ പിതാവിനെ വിളിക്കുന്ന മനോഹരമായ ഒരു വാക്കാണ് പിതാവേ. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ വിളിക്കാൻ പറ്റുള്ളൂ എന്നാണ് ഈശോ പഠിപ്പിച്ചത്. ശരിയല്ലേ? പരിശുദ്ധാത്മാവ് നിന്നിലുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ ഈ ആദ്യത്തെ ഒരു ലൈൻ നീ ഒന്ന് ചൊല്ലിയാൽ മതി. പറ്റുമോ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. പൊന്നു സഹോദരങ്ങളെ, വേദനയോടെ ഒരു കാര്യം പറയട്ടെ. ഈ ഞങ്ങൾ എന്ന് പറയാൻ ഇന്ന് സ്വന്തം വീട്ടിൽ പോലും സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. പലരുടെയും വീട്ടിൽ ഞങ്ങൾ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ലെന്ന്. മറ്റുള്ളവരുടെ കാര്യത്തിലേക്ക് നിങ്ങൾ പോകണ്ട. സ്വന്തം വീട്ടിൽ പോലും അമ്മയും മക്കളും, അപ്പനും അമ്മയും മക്കളും തമ്മിലും ഈ ഞങ്ങൾ എന്നൊന്ന് പറയാൻ സാധിക്കാതെ വിഷമിക്കുകയാണ്. അതല്ല, അങ്ങനെയാണ് നിങ്ങളുടെ കുടുംബമെങ്കിൽ നിങ്ങൾ എല്ലാ നിയമവും പാലിച്ചവർ തന്നെയാണ്. അങ്ങനത്തെ ഒരു കുടുംബമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ. ഗോഡ് ബ്ലസ് യു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.